എന്നൊന്ന് നോക്കി. എനിക്ക് അവന്റെ അടുത്ത് പോകാൻ പറ്റിയില്ല, മനസ്സ് വന്നില്ല. വല്ലാത്ത സങ്കടം. ഞാൻ ഒന്നും മിണ്ടാതെ ഉറങ്ങിക്കിടക്കുന്ന അവനെ ഉണർത്താതെ ഞാൻ തിരിച്ചു വരികയായിരുന്നു. കുഞ്ഞിപ്പയും മകനും ഇത്തിരി നേരം അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. എന്താവശ്യമുണ്ടെങ്കിലും മോന് വിളിക്കണം. കുഞ്ഞിപ്പയുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം മകന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ വേണ്ട വേണ്ട എന്ന് നിർബന്ധം പിടിച്ചപ്പോഴും അത് നിർബന്ധിച്ച് അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് ആ അനുജൻ പോകുന്നത്. കുഞ്ഞിപ്പ യാത്രയായ ഉടനെ ഐസിയുവിലേക്ക് ഉപ്പയുടെ അടുത്തേക്ക് കടന്നു ചെന്ന മകൻ. ശരീരത്ത് നിറയെ മെഷീനുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് തലയിലെ ഞരമ്പിനെന്തോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമായി ഞരമ്പ് പൊട്ടിയില്ല, അത്രമാത്രം. എന്തായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത ദിവസം സർജറി നടത്തണം. നീണ്ട 4 മണിക്കൂർ നേരമാണ് സർജറി. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരോടും